എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി പങ്കെടുക്കുന്ന ഉദ്ഘാടനം ചെയ്യുന്ന പൊതു സമ്മേളനമാണ് ഇവിടെ ആരംഭിക്കുന്നത്. വരെ പതിച്ചു നൽകിക്കൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടൊക്കെ തന്നെ അമ്പത്തേഴ് സഹകരണത്തിന്റെ ഗവൺമെന്റ് തുടങ്ങിവെച്ച ആ വികസന പ്രവർത്തനങ്ങളാണ് നയങ്ങളും കലാകാരങ്ങളിൽ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സാരഥി സഹാബീശ്വരൻ കുട്ടി ഈ പൊതുയോഗത്തിലേക്ക് കടന്നു വരികയാണ്. അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് സഹാബി ശിവൻകുട്ടിക്ക് മാറ്റിക്കൊണ്ട് സാധാരണക്കാരുടെ നിയമമണ്ഡലത്തിലെ ജനങ്ങളെ കണ്ടുകൊണ്ട് എല്ലായിടങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സഖാവ് പിണറായിയുടെ നേതൃത്വമുള്ള ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികൾ നമ്മുടെ മുന്നിലുണ്ട്. സെക്രട്ടറി സഖാവ് V ശിവൻകുട്ടിക്ക് അരുവാൻ ചുറ്റിക്കുന്ന ബഹുമാനായ അധ്യക്ഷൻ സ്വാഗതം പറയുമ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ള പ്രമുഖരായ നേതാക്കന്മാർ അവരെല്ലാം നിങ്ങൾക്ക് സുപരിചിതരാണ്. അവരുടെ എല്ലാം പേര് ഞാനും പറഞ്ഞു എന്ന് അവർ നിങ്ങളും ദയവായി പരിഗണിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. സമയം ലാഭിക്കുകയാണ്. കുട്ടിക്ക് പങ്കെടുക്കേണ്ട മറ്റെന്തെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് 5, 10, 15 മിനിറ്റ് സംസാരിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാം എന്ന് ഞാൻ പറഞ്ഞു. അതുപോലതല്ല, പാർട്ടി ജനറൽ സെക്രട്ടറി സംസാരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി എന്നൊന്നും ഞങ്ങളെ ഒരുമിച്ച് വിദ്യാസംഘടനാ രംഗത്ത് പ്രവർത്തിച്ചവരാണ്. അത് മാത്രമല്ല, ജനറൽ സെക്രട്ടറി ആണെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നമ്മൾ പിന്തുടരുന്ന ഒരു ശരിയായ സമ്പ്രദായം എന്താ? എല്ലാ വാദ്യവും ചെണ്ടയ്ക്ക് താഴെ എന്ന് പറയുന്നത് പോലെ ഇലക്ഷന്റെ സമയത്ത് മറ്റെല്ലാവരും സ്ഥാനാർത്ഥിക്ക് താഴെയാണ്. അതാണ് നമ്മൾ ഇത്തരത്തിൽ അന്വേഷിച്ചിട്ട് അത്തരം ക്രമീകരണങ്ങൾ വരുന്നത്. ഞാനെവിടെയെങ്കിലും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സ്ഥാനാർത്ഥി വന്നാൽ സ്ഥാനാർത്ഥിയോട് പറഞ്ഞ് സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിൽ അദ്ദേഹത്തെ എത്തിച്ചിട്ട് ഞാൻ പറയും, 2 വാചകം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തും, സ്ഥാനാർത്ഥി സംസാരിച്ചോ. ഇവിടെ സഖാവ് V ശിവൻകുട്ടിക്ക് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർ ഭരണത്തിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ തുടരണം എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി മനുഷ്യസഹിതമായ ചെറിയൊരു അസൂയ എനിക്ക് സഖാവ് ശിവൻകുട്ടിയോടുണ്ട് എന്നുള്ള കാര്യമാണ് ആദ്യം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. കാരണം സഖാവ് ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല ഏറ്റെടുക്കുന്നതിന് എത്ര വർഷം മുമ്പാണ്? 10 വർഷം മുമ്പ്, 2016 16 ശേഷം ഇപ്പം 5 വർഷക്കാലമാണ്. അതായത് 21 മുതലാണ് ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല വഹിക്കുന്നത്. 2006 മുതൽ 2011 വരെ
ഈ വകുപ്പിന്റെ ചുമതല നിർവഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ആ സമയത്ത് VS-ഉമായി അതൊക്കെ മുഖ്യമന്ത്രി VS അന്നത്തെ ധനകാര്യമന്ത്രിയും ഇപ്പൊ നമ്മുടെ ഇടതുപക്ഷനാധിപത്യത്തിന്റെ പ്രമുഖ നേതാവായിട്ടുള്ള തോമസ് ഐസക് എന്ന ധനകാര്യമന്ത്രിയാണ്. സ്കൂളിന്റെ വികസനം, സ്കൂളുകളെ ആധുനീകരിക്കൽ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ വികസിപ്പിച്ചെടുക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച ആലോചനയും അന്ന് നടന്നിരുന്നു. അന്ന് ചില അസംബ്ലി മണ്ഡലങ്ങളിൽ ഒരു സ്കൂളോ മറ്റോ തെരഞ്ഞെടുത്ത് ഇത്തരത്തിലുള്ള ചില പദ്ധതികൾ നടപ്പാക്കി. അങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കിയത് ആദ്യം കോഴിക്കോട് നടക്കാവ് സ്കൂളാണെന്ന് തോന്നുന്നു. നമ്മുടെ പ്രദീപ് കുമാറിന്റെ അസംബ്ലി മണ്ഡലത്തിൽ അന്ന് പ്രദീപ് കുമാറാണ് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വളരെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിരിക്കുകയായിരുന്നു. അതിപ്പം രാജിവെച്ചു, പ്രവേശം പ്രഖ്യാപിച്ച സമയത്ത് രാജിവെച്ചു. അപ്പൊ ആ സ്കൂളിൽ ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി പദ്ധതിയുടെ ഭാഗമായി അതിന് പുറമെ MLA എന്നുള്ള തരത്തിൽ സമാഹരിച്ച സമ്പത്തൊക്കെ ഉപയോഗിച്ച് നടക്കാവ് സ്കൂളിൽ വരുത്തിയ മാറ്റം നിങ്ങൾ ആരെങ്കിലും പോയി കണ്ടിട്ടുള്ളവരുണ്ടോ? ഇവിടെ നടന്നുകൂടാ. അല്ലെങ്കിൽ കോഴിക്കോട് വഴി പോകണമെങ്കിൽ ആ സ്കൂളൊന്ന് കാണണം. അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ ഞങ്ങളെല്ലാം പുലർത്തിയിരുന്ന ഒരു സ്വപ്നമായിരുന്നു ഈ നടക്കാവ് സ്കൂള് പോലെയുള്ള സ്കൂളുകളാക്കി കേരളത്തിലെ എല്ലാ സ്കൂളുകളെയും മാറ്റണം, അതിൽ ഗവൺമെന്റ് സ്കൂളുകളെ ആദ്യം മാറ്റണം എന്നുള്ളത് വലിയൊരു മോഹമായിരുന്നു, ഒരു സ്വപ്നമായിരുന്നു. കോഴിക്കോട് വിദ്യാർത്ഥി പ്രവേശനത്തിന് എല്ലാ തരത്തിലുമുള്ള സമ്മർദ്ദം ഏറ്റവും കൂടുതലുള്ളത് സ്വകാര്യ സ്കൂളുകൾക്കൊന്നുമില്ല. വലിയ പഞ്ചനക്ഷത്ര സ്വഭാവമുള്ള സ്വകാര്യ സ്കൂളുകളുണ്ട്, പക്ഷെ അവർക്കല്ല നടക്കാവ് സ്കൂളില് പ്രവേശനത്തിന്. അന്ന് നടക്കാവ് സ്കൂളിനെയും മറ്റു ചില മണ്ഡലങ്ങളിലെ ഒറ്റപ്പെട്ട സ്കൂളുകളെയും ഒക്കെ മെച്ചപ്പെട്ട ലോക നിലവാരമുള്ള സ്കൂളുകളാക്കി മാറ്റുന്ന പ്രവർത്തനം നടന്നു. അത് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലേക്കും വ്യാപിപ്പിക്കണമെന്നുള്ള വലിയ മോഹം കൊണ്ട് നടന്നു. മോഹം പൂവണിഞ്ഞില്ല. ഇനി ബാക്കി ഞാൻ പറയണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് സ്കൂളുകളെല്ലാം വിശേഷിച്ച് ആ സ്കൂളിൽ കടന്നു ചെന്നാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടുകൂടി ലോകത്തെ ഏറ്റവും വികസിത രാജ്യങ്ങളിൽ ലഭ്യമാകുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം അത് നൽകാൻ കഴിയുന്ന സാഹചര്യം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിന് കീഴിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേക ചുമതല വഹിച്ച ശിവൻകുട്ടിയുടെ ചതുലമായ, കാര്യക്ഷമമായ, ഭാവനാപൂർണമായ, നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള ഇടപെടലിന്റെ ഫലമായി കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരിക്കുന്ന ആധുനീകരണവും നവീകരണവും അത് നേരിട്ട് പോയി കണ്ടാൽ മാത്രം മനസ്സിലാവുന്നതാണ്. അപ്പൊ എനിക്ക് അസൂയ തോന്നുന്നു എന്ന് ഞാൻ പറയാൻ എന്താ കാരണം? ഞാൻ ഈ വകുപ്പ് നോക്കിയ സമയത്ത് ഇങ്ങനൊന്നും ഒരു മാറ്റം വരുത്താൻ കഴിഞ്ഞില്ലല്ലോ, അതിനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇതാണ് നിങ്ങളുടെ മുമ്പിൽ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. അസൂയ എന്നുള്ളത് ഞാൻ കയ്യിൽ വെച്ച് പറഞ്ഞതാണ്. പറഞ്ഞു കഴിഞ്ഞപ്പോ ഫലത്തിൽ വിദ്യാഭ്യാസമന്ത്രി നേരിട്ട് നിന്ന് ഇതിന് മേൽനോട്ടം വഹിച്ചാൽ നിർവഹിക്കുന്നതിനേക്കാൾ സമർത്ഥമായി, ഫലപ്രദമായി, കാര്യക്ഷമമായി ആ യുവജനോത്സവം നടത്തിയത് എന്തൊക്കെയെന്ന് പറഞ്ഞു. ഇങ്ങനൊരു കാര്യം ഞാൻ മനസ്സിലാക്കി. നമ്മള് പാഠ്യപദ്ധതിയിൽ നിരന്തരം നവീകരണം ആവശ്യമുണ്ട്. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ കണ്ടെത്തലുകൾ
അത് അതിവേഗം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള ക്രമീകരണം ഉണ്ടാക്കണം. ഇന്നത്തെ കാലത്ത് കുട്ടികളെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വരുന്ന മാറ്റങ്ങളെല്ലാം അതിവേഗം പഠിപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ പാഠപുസ്തകങ്ങൾ നിരന്തരം ആധുനീകരിച്ചില്ലെങ്കിൽ, നവീകരിച്ചില്ലെങ്കിൽ കുട്ടികൾ നമ്മുടെ ശരിക്കും പിടിക്കും. മനസ്സിലാക്കാതിരുന്നത് എന്റെ കുറ്റമാണെന്നാണ് ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത്. അത് ശരിയാ, നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങളുടെ കുറ്റമാണ്. എന്നാൽ നിങ്ങൾ എത്ര പേര് നേരത്തെ മനസ്സിലാക്കിയിരുന്നു? അതൊന്ന് പറ. റോബോട്ടിക്സ് മനസ്സിലാക്കിയത് എത്ര പേര്? തൊഴിലാളികളുടെ സമ്മേളനം പ്രഖ്യാപിച്ചു. EMS ഗവൺമെന്റിനെ 69 ലക്ഷ്യമറിച്ച് മറ്റൊരു ഗവൺമെന്റ് വന്നു കഴിഞ്ഞു. ആ ഗവൺമെന്റ് ഭൂപരിഷ്കരണം നടപ്പാക്കിയില്ലെങ്കിൽ അത് മിച്ചഭൂമിയാണ്, അത് ഭൂമിയില്ലാത്തവർക്ക് ഏറ്റെടുത്ത് വിതരണം ചെയ്യണം എന്നാവശ്യപ്പെട്ടു. അത് നടപ്പാക്കാൻ അന്നത്തെ ഗവൺമെന്റ് സത്വര നടപടികൾ സ്വീകരിക്കാതിരുന്നപ്പോൾ ആ മിച്ചഭൂമിയിൽ കടന്ന് കൊടികുത്തി സംസ്ഥാന നേതാവായി ശിവൻകുട്ടി ഇതെല്ലാം പടിപടിയായി വളർന്ന് വികസിച്ച് പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ട് മാറുന്നത്. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായി ചെങ്കൊടി പ്രസ്ഥാനത്തിന്റെ പരീക്ഷ നടത്തിപ്പ്, SSLC പരീക്ഷ നടത്തിപ്പും +2 പരീക്ഷ നടത്തിപ്പും മുമ്പ് ആ സ്കൂൾ വിദ്യാഭ്യാസത്തെ എങ്ങനെ ആധുനീകരിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കൽ യാത്രക്കിടയിൽ അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ ആധുനീകരണത്തിന്റെ ലോക മാതൃകകളാണ് ആ പരിപാടിയിൽ അവർ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ചർച്ച ചെയ്തിരിക്കുമ്പോൾ അതിലൊരാൾ പറയുകയാണ്, കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് വന്നു, ഇനിയും മുന്നോട്ട് തന്നെ നമ്മൾ പോകണമെങ്കിൽ പുതിയൊരു കേരളം ഉണ്ടാക്കാൻ നടത്തിയ ശ്രമം അതിന് അടിത്തറയിട്ടത് 57-ലെ EMS ഗവൺമെന്റ്. ദയാവാക്യം കാണിച്ച നിങ്ങളോടെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് സഖാവ് ശിവൻകുട്ടിക്ക് നേടിക്കൊടുത്തും സഖാവ് ശിവൻകുട്ടിയുടെ ഉജ്ജ്വലമായ വിജയം. തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥികളുണ്ട്. അവരെ ഓരോരുത്തരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. തൊട്ടപ്പുറത്ത് കരമന DK മുരളി, പിന്നെ CPIയുടെ നമ്മുടെ സ്ഥാനാർത്ഥികളുണ്ട് ചിറയൻകീഴ് മനോജ് ഉണ്ട്. അവ എല്ലാ സ്ഥാനാർത്ഥികളെയും നമ്മൾ ഓരോരുത്തരുമാണ് ഈ ഓരോ മണ്ഡലത്തിലും മത്സരിക്കുന്നത് എന്നുള്ള ബോധത്തിൽ, വിശ്വാസത്തിൽ നമ്മുടെ കൂട്ടായ വിജയം, നമ്മുടെ ഭാവി തലമുറകളുടെ വിജയം, അതിനുവേണ്ടി LDFന്റെ സ്ഥാനാർത്ഥികളുടെ അവരുടെ ചിഹ്നങ്ങളിൽ അരിവാളും നെൽക്കതിരുമാണ് CPI സ്ഥാനാർത്ഥികളുടെ ചിഹ്നം. പിന്നെ കരവനയുടെ ചിഹ്നം താമസിയാതെ 1-2 ദിവസങ്ങൾക്കുള്ളിൽ വ്യക്തമാകും. ക്യാമറ വന്നു കഴിഞ്ഞു. വളരെ വളരെ പ്രധാനപ്പെട്ട മുമ്പിൽ നമ്മുടെ ചിഹ്നമായിട്ടാണ് ഒരു കൂട്ടം സുഹൃത്തുക്കളെ മുന്നിരിക്കുന്നത്, അല്ലേ? അപ്പൊ അവരുടെ എല്ലാം ഇത് നമുക്ക് ഉറപ്പായി കഴിഞ്ഞു. ക്യാമറ ചിഹ്നമാണ്. അഭിവാദനങ്ങൾ ഞാൻ അവസാനിപ്പിക്കുന്നു. സഹകളെ, LDFന്റെ നിയമം മണ്ഡലത്തിന്റെ വികസന രേഖ മാനിഫെസ്റ്റോ ബഹുമാനായിട്ടുള്ള നമ്മുടെ സഖാവ് MA ബേബി, ഇടതുപക്ഷത്തിന്റെ നേതാവ് കൂടിയായിട്ടുള്ള സഖാവ് പൂജപ്പര രാധാകൃഷ്ണന് കൊടുത്തുകൊണ്ട് പ്രകാശനം ചെയ്യുന്നു. അതിനായി ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇതാണ് LDFന്റെ പ്രത്യേകത. സംസ്ഥാനത്തിനാകെ നമ്മുടെ മാനിഫെസ്റ്റോ ഉണ്ട്. ഓരോ നിയോജക മണ്ഡലത്തിലും നമുക്ക് മാനിഫെസ്റ്റോ ഉണ്ട്. അതാണ് ഇവിടെ പ്രയാസം. വളരെ വ്യക്തവും ആവശ്യപരവുമായി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ്.
BJPക്കും UDFനും ഈ അടുത്തകാലത്തുണ്ടായിട്ടുള്ള കള്ളപ്രചരണത്തിന് മറുപടി സഖാവ് നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഈ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെന്നുള്ള വിവരം നിങ്ങൾ അറിഞ്ഞതാണ്. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് ചോദിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു പരിശ്രമം നടത്തുന്നു. മറ്റ് സ്ഥാനാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് നിങ്ങളെല്ലാവരെയും നേരിട്ടറിയാം എന്നുള്ളൊരു ഭാഗ്യമുണ്ട് എന്ന കാര്യം ഞാൻ ഓർക്കുകയാണ്. എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള അരിവാൾ ചുറ്റിയ നക്ഷത്ര മലയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി ഞാൻ അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഇടതുപക്ഷത്തിന്റെ മറ്റ് നേതാക്കന്മാരൊന്നും സംസാരിക്കുന്നില്ല. ഈ യോഗത്തിന് നന്ദി രേഖപ്പെടുത്താൻ മുടവുമ്പോൾ വാർഡ് കൗൺസിൽ കൂടിയായിട്ടുള്ള സഖാവ് അങ്ങനെ ഇവിടെ കൂടിയ മുഴുവൻ സാധനങ്ങളിൽ നന്ദി രേഖപ്പെടുത്തി. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ജനറൽ സെക്രട്ടറി നന്ദി രേഖപ്പെടുത്തി. മറ്റേ പകർന്ന മുഴുവൻ സാധനങ്ങളും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. യോഗ നടപടികൾ അവസാനിച്ചിരിക്കുന്നു. കട്ടി വീഴുന്നത് കേട്ടോ നടക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.